ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ പാലക്കാച്ചിലാണ്. ഫങ്ഷനൊന്നും ഇല്ലായിരുന്നു, പാലക്കാച്ചിൽ. അതാണ് എൻ്റെ ബ്രദറിൻ്റെ വീട്. എറണാകുളമാണ്, അമ്പലമുകൾ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എറണാകുളം എന്ന് പറയുമ്പോൾ ടൗൺ ഒക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഇതൊരു തനി നാട്ടിൻപുറം പോലൊരു സ്ഥലം. ഒരു വീട്ടിൽ ആ അമ്പലമൊക്കെ അവർ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവർ വിൽക്കുന്ന ആൾക്കാരാണ്, താമരയൊക്കെ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അതാണ് ബ്രദറിൻ്റെ മോനാണ്. എൻ്റെ മക്കൾ 2 പേരുമുണ്ട്, ഇഷാനി ഇനായ. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ടൗണിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കുറച്ച് പരിധിയുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ചാടിത്തുള്ളിയൊക്കെ നടക്കുക. കണ്ട വലിയൊരു വെള്ളത്താമരയാണത്. അവിടെ ഇടിയാണ്, വെള്ളത്താമരയുടെ ഇതളിന് വേണ്ടിയിട്ട് ഇടിയാണ് അവിടെ. കണ്ട നല്ല ഒരു സൈഡിലൊക്കെ നിറച്ച് ചെടികൾ വെച്ചിട്ടുള്ളൊരു വീട്ടിലാണ് ഇപ്പോൾ ഈ അമ്പലമൊക്കെ കണ്ടത് നമ്മൾ. കുഞ്ഞാപ്പീൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഓടുവാണ്. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. കണ്ടോ അങ്ങോട്ടേക്ക് എന്തൊക്കെയോ വയലോ നിറയെ വാഴയോ പിന്നെ കുറേ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. റബ്ബർ തോട്ടമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഒരു ചെറിയ ഭയം പോലെ തോന്നി. കാരണം അധികം ഒരു മൂടി നിൽക്കുന്ന പ്രദേശം, അധികമായിട്ട് ഇങ്ങനെ വാഹനങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇത്രയും വലിയൊരു സിറ്റിയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് പോയി. ഞാനൊക്കെ ശരിക്കും എറണാകുളം ടൗൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെ കണ്ട ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പാണത് റോഡ്. അവിടെ ഒരു കമ്പനിയുണ്ട്, അങ്ങോട്ടേക്ക് ഉള്ള ഒരു വഴിയാന്ന് തോന്നുന്നത്, ബാക്ക് സൈഡിലൂടെ. എൻ്റെ അമ്മേ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. ഓക്കെ താങ്ക് യു, കീപ് വാച്ചിങ്.